ടി വി പ്രസാദ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശനെതിരെ CBI അന്വേഷണം പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും മണപ്പാട്ട് ഫൗണ്ടേഷന്റെ MD ആയ CEO ആയ അമീർ അഹമ്മദിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് വി ഡി സതീശന് കൂടി കുരുക്കായി മാറില്ലേ? കാരണം ഈ വിജിലൻസ് റിപ്പോർട്ടിൽ 2 കുരുക്കുകളുണ്ട്. ഒന്ന്, FCRA ലംഘനം വി ഡി സതീശൻ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ നേരിട്ട് തെളിയിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല. രണ്ടാമത്തെ സ്പഷ്ടീകരണത്തിൽ അഴിമതി നിരോധന പ്രകാരം അങ്ങനെ പണം വന്നതായിട്ട് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്ന വിജിലൻസിന് പിന്നീട് CBI ഈ കേസ് അന്വേഷിച്ചാൽ പോലും സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വരാത്ത പക്ഷം വിദേശ നാണ്യവിനിമയ ചട്ടം അദ്ദേഹം ലംഘിച്ചിട്ടില്ല. പക്ഷേ പ്രശ്നം അവിടെയല്ല. അതിനേക്കാൾ ഗുരുതരമായ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ CEOയ്ക്കെതിരെ അന്വേഷണം വന്നാൽ മണപ്പാട്ട് ഫൗണ്ടേഷനിലെ CEOയ്ക്ക് ഇത് വിശദീകരിക്കേണ്ടി വരില്ലേ? ഈ പണം എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് പുനർജനിയിലേക്ക് പോയത്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പണം വന്നത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. വിജിലൻസ് തന്നെ പറയുന്നത് വി ഡി സതീശന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് മണപ്പാട്ട് ഫൗണ്ടേഷനിലേക്ക് ഈ പണം വന്നതെന്നും ആ പണത്തിന്റെ ഓഡിറ്റ് രേഖകൾ അല്ലെങ്കിൽ അക്കൗണ്ട് രേഖകൾ സൂക്ഷിക്കാൻ CEO ആയ അമീറിന് സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് ആദ്യം വന്നതിനേക്കാൾ കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സർക്കാരിന് മുന്നിൽ ഇനി രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടാവില്ല. നേരെ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ കാര്യത്തിൽ ഒരു CBI അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് പരോക്ഷമായി വി ഡി സതീശനിലേക്ക് എത്തില്ലേ? ടി വി പ്രസാദ്. ഉറപ്പായും അരുൺ, അങ്ങനെ ഒരു സാധ്യതയിലേക്കാണ് പോകുന്നത്. കാരണം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, വിദേശത്ത് നിന്ന് വി ഡി സതീശൻ ഫണ്ട് ആവശ്യപ്പെട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൻ്റെ വീഡിയോ എവിഡൻസ് അത് വിജിലൻസിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ പ്രസംഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മണപ്പാട്ട് ഫൗണ്ടേഷനിലേക്ക് പണം വന്നത് എന്നാണ് വിജിലൻസിൻ്റെ ഒരു നിഗമനം. അങ്ങനെയെങ്കിൽ CBI അന്വേഷണം സ്വാഭാവികമായി മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെ നീങ്ങുമ്പോൾ എങ്ങനെയാണ് മണപ്പാട്ട് ഫൗണ്ടേഷന് പണം വന്നത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടക്കും. അരുണ് പറഞ്ഞതുപോലെ ഇതിപ്പോൾ നേരിട്ട് വി ഡി സതീശന് എതിരായുള്ള ഒരു CBI അന്വേഷണം എന്നതിലുപരിയായി മണപ്പാട്ട് ഫൗണ്ടേഷനെ അതിന് നേരെയുള്ള CBI അന്വേഷണം യഥാർത്ഥത്തിൽ വരുന്നത് അത് വി ഡി സതീശന് നേർക്ക് തന്നെയാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണം പിരിച്ചത്, അതായത് ഫണ്ട് പിരിക്കാനുള്ള നിർദ്ദേശം കൊടുത്തത് അത് വി ഡി സതീശനാണ്. വി ഡി സതീശന്റെ അക്കൗണ്ടിലേക്ക് ഈ പണം വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വിജിലൻസ് പറഞ്ഞതുപോലെ അഴിമതി നിരോധന നിയമപ്രകാരം വി ഡി സതീശനെതിരെ നടപടിയെടുക്കാൻ വിജിലൻസിന് കഴിയില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ FCRന്റെ ലംഘനമുള്ളത് കൊണ്ട് തന്നെ CBI അന്വേഷണം ഫൗണ്ടേഷനെതിരെ വരികയാണെങ്കിൽ സ്വാഭാവികമായി അതിൽ ബുദ്ധിമുട്ടാകാൻ പോകുന്നത് വി ഡി സതീശനാണ് എന്നുള്ളതാണ്. തന്ത്രപരമായ നീക്കമാണ് ഇതിൽ സർക്കാർ നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രശ്നം അരുൺ, തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ഇത് ചെയ്യുന്നത് അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന ആരോപണം കോൺഗ്രസ് ഇതിനകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. CBIക്ക് വിട്ടിട്ട് പോലുമില്ല. അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ശുപാർശയുണ്ട് എന്ന വിവരം പുറത്തു വന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി കോൺഗ്രസിനെയും UDFനെയും പ്രതിപക്ഷ നേതാവിനെയും പ്രതിസന്ധിയിലാക്കാനുള്ള സർക്കാരിൻ്റെ നീക്കമാണിത് എന്ന് പറയുന്ന പ്രചാരണം കോൺഗ്രസും UDFും ശക്തമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. അരുൺ, ഇതിലൊരു പ്രധാനപ്പെട്ട ഗുണം സർക്കാരിനും CPIMനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലുള്ള വലിയ ആക്രമണം, ആ ആക്രമണത്തിന്റെ ചെറിയൊരു ഭാഗമെങ്കിലും ഈ രീതിയിലേക്ക് വഴിതിരിച്ചു വിടാൻ കഴിഞ്ഞാൽ അത്രത്തോളമെങ്കിലും CPIMനും സർക്കാരിനും അത് നേട്ടമാകും എന്നുള്ളതാണ് മുഖ്യമന്ത്രിയും സർക്കാരും പാർട്ടിയും കരുതുന്നത്. അതുകൊണ്ട് തന്നെ പുനർജനിയുമായി ബന്ധപ്പെട്ട വിഷയം കൂടുതൽ ചർച്ച ചെയ്യിപ്പിക്കാനുള്ള ഒരു നീക്കം അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പായും ഉണ്ടാകും. പക്ഷേ വി ഡി സതീശനെ സംബന്ധിച്ച് മറ്റൊരു തരത്തിൽ ഇത് രാഷ്ട്രീയ നേട്ടമാണ്. കാരണം വി ഡി സതീശനെ പ്രതിരോധിച്ചുകൊണ്ട് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ ഒന്നിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. BJP ഇതിൽ ഇതുവരെ കാര്യമായി ഇടപെട്ടില്ല. പക്ഷേ അവരിടപെടും അരുൺ, ഉറപ്പായും. കാരണം എന്തുകൊണ്ട് നിങ്ങൾ CBIക്ക് വിടുന്നില്ല എന്ന ചോദ്യവുമായി അധികം വൈകാതെ തന്നെ അവർ മുന്നോട്ട് വരും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, വെറും 2 മാസം പോലും ബാക്കിയില്ല എന്നാണ് മനസ്സിലാകുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ. അങ്ങനെയെങ്കിൽ ഈ കളി മൂക്കുക തന്നെ ചെയ്യും, ഉറപ്പായും വരും. ടി വി പ്രസാദ്, റോഷിപ്പാൽ, ഇതിനകത്തൊരു കുരുക്കുള്ളത് എന്താന്ന് വെച്ചാൽ ഇതിപ്പോ രാഷ്ട്രീയമായി മണപ്പാട്ട് ഫൗണ്ടേഷനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയില്ലല്ലോ. അതൊരു സ്വകാര്യ സ്ഥാപനമല്ലേ. പുനർജനി പദ്ധതിയിലേക്ക് മണപ്പാട്ട് ഫൗണ്ടേഷനാണ് പണം വിദേശത്ത് നിന്നും കൊണ്ടുവന്നിരിക്കുന്നത്. വിദേശത്ത് മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാരിറ്റി സംഘടന, അതിന് മലയാളികളുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ്, ഈ സംഘടനയാണ് വിദേശത്ത് ബർമിംഗ്ഹാമിൽ 500 പൗണ്ട് വീതം അവരിൽ നിന്ന് സമാഹരിച്ചിരിക്കുന്നത്. ടി വി പ്രസ് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
ഈ മിഡ്ലാൻഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഏജൻസി സമാഹരിച്ച തുക മണപ്പാട്ട് ഫൗണ്ടേഷനിലേക്ക് വന്നിട്ടുണ്ട്. മണപ്പാട്ട് ഫൗണ്ടേഷൻ പുനർജനി പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്ത ഗുണഭോക്താക്കൾക്ക് നേരിട്ടാണ് ഈ പണം കൊടുത്തിരിക്കുന്നത്. അപ്പോ വി.ഡി. സതീശനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാതിരിക്കുകയും മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്യുകയും മണപ്പാട്ട് ഫൗണ്ടേഷൻ ഈ പണം വാങ്ങിയിരിക്കുന്നത് അവർക്ക് അതിന് ലൈസൻസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പണം ആരുടെ നിർദ്ദേശപ്രകാരം വാങ്ങി എന്ന് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ സിഇഒ കൊണ്ട് പറയിപ്പിച്ചാൽ അത് വി.ഡി. സതീശനിലേക്ക് എത്തും. അപ്പോൾ മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെ ഇത്തരത്തിൽ ഒരു കേസ് CBI എടുത്തു കഴിഞ്ഞാൽ വി.ഡി. സതീശന് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നേരിട്ട് വി.ഡി. സതീശനെതിരെ കേസെടുക്കുന്നില്ല, മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെ കേസെടുക്കുന്നു എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോയാലോ? പക്ഷേ അരുൺ, ഇതിൽ ലക്ഷ്യം വയ്ക്കുന്നത് പ്രതിപക്ഷ നേതാവിനെ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യ ദിവസം ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ പ്രകാരം മണപ്പാട്ട് ഫൗണ്ടേഷൻ വഴിയാണ് പണം വന്നത്, അതുകൊണ്ട് അത് FCRAയുടെ ലംഘനമുണ്ട് എന്നുള്ള വിശദീകരണത്തിലേക്കാണ് സർക്കാർ വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് CBI അന്വേഷണത്തിനുള്ള ശുപാർശ വരികയും ചെയ്യുന്നത്. സ്വാഭാവികമായി മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെ ആയാലും വി.ഡി. സതീശനെതിരെയായാലും കോൺഗ്രസിന് പ്രതിരോധിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ നേരത്തെ അരുൺ പറഞ്ഞ രാഷ്ട്രീയവുമുണ്ട്. അതായത് അത് മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെയായാലും വി.ഡി. സതീശനെതിരെയായാലും ലക്ഷ്യം വി.ഡി. സതീശൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന് അത് പ്രതിരോധിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ പ്രത്യക്ഷമായി വി.ഡി. സതീശന് നേർക്ക് അന്വേഷണം വിടുന്നത് കൊണ്ട് അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ള ഒരു അപവാദം അത് മറച്ചു വയ്ക്കാൻ സർക്കാരിന് കഴിയുമെന്ന നേട്ടമുണ്ട്. നേരത്തെ മറ്റ് കേസുകൾ വിട്ടതുപോലെ, ലാവ്ലിൻ കേസായാലും സോളാർ കേസായാലും വിട്ടതുപോലെ നേരിട്ട് ഈ നേതാക്കൾക്ക് നേരെയല്ല എന്നുള്ളത് പറഞ്ഞു നിൽക്കാൻ CPIM-നും സർക്കാരിനും മുഖ്യമന്ത്രിക്കും കഴിയും. കാരണം തങ്ങൾ വി.ഡി. സതീശനെതിരെ അന്വേഷണത്തിനൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു ഫൗണ്ടേഷനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വിരളി കൊണ്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് വി.ഡി. സതീശനിലേക്ക് എത്താൻ സർക്കാരിനും അതാണ് അതിലെ രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത്. അതാണ് ഇതിലെ രാഷ്ട്രീയ കൗശലവും. നമുക്കിപ്പം റോഷിപാൽ തുടരുന്നുണ്ട്. റോഷിപാൽ, ഇപ്പോൾ TV പ്രസാദ് പറഞ്ഞ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം എന്ന് പറയുന്നത് വി.ഡി. സതീശനെ തന്നെ ലക്ഷ്യമിട്ടാണ് മണപ്പാട്ട് ഫൗണ്ടേഷനെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് റോഷി റിപ്പോർട്ട് ചെയ്തതുപോലെ ബാങ്ക് അക്കൗണ്ടിലെ വിവരങ്ങളും ഫൗണ്ടേഷൻ രേഖകളിലെ വിവരങ്ങളിൽ തമ്മിൽ പൊരുത്തക്കേടാണ് എന്നതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനൊരു വിഷയം CBI അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ രാഷ്ട്രീയ പ്രതിരോധം അത്ര എളുപ്പം തീർക്കുക സാധ്യമല്ലല്ലോ. കാരണം തിരിച്ചു ഒരു ചോദ്യമുണ്ടാവും. മണപ്പാട്ട് ഫൗണ്ടേഷന്റെ ഈ അക്കൗണ്ടിലെ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ടിലെ വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടില്ല എന്ന് പറയുന്നതിനെ കോൺഗ്രസിന് പ്രതിരോധിക്കാൻ കഴിയില്ല. മാത്രമല്ല, പുനർജനിക്ക് വേണ്ടി പിരിച്ച പണത്തിന് രേഖകൾ സൂക്ഷിച്ചിട്ടില്ല എന്ന് വിജിലൻസ് കണ്ടെത്തിയതിനെയും കോൺഗ്രസിന് പ്രതിരോധിക്കാൻ കഴിയില്ല. കാര്യം മണപ്പാട്ട് ഫൗണ്ടേഷൻ കോൺഗ്രസിന്റെ സംഘടനയല്ല. അങ്ങനെ വന്നാൽ മണപ്പാട്ട് ഫൗണ്ടേഷനിലൂടെ വി.ഡി. സതീശനിലേക്ക് എത്തുക എന്നതല്ലേ സർക്കാരിന്റെ ലക്ഷ്യം? അങ്ങനെ വന്നാൽ കോൺഗ്രസ് മറിച്ചുള്ള പ്രചരണത്തിൽ നടത്തുമ്പോൾ പ്രതിരോധത്തിലാവില്ലേ? അരുൺകുമാർ, ഇതിൽ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പുനർജനി പദ്ധതിയുടെ കാലയളവ് അത് 2018 മുതൽ 2022 വരെയാണ്. ഈ കാലയളവിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ FCRA അക്കൗണ്ടിലേക്ക് 1,22,23,152 രൂപ വന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പണം വിവിധ രാജ്യങ്ങളിൽ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പയിന്റെ തുടർച്ചയായിട്ട് വന്ന പണമാണെന്ന് നിഗമനത്തിലെത്തുന്നു. അതിന്റെ ഭാഗമായി വന്ന പണം, ഈ പണത്തിന് കൃത്യമായി റെസീറ്റുകൾ സൂക്ഷിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ചില ക്രമക്കേടുകൾ നടന്നതായുള്ള നിഗമനത്തിലേക്ക് വിജിലൻസ് എത്താൻ പ്രധാനപ്പെട്ട കാരണം. അക്കൗണ്ടിൽ വന്ന പണം നേരെ മറിച്ച് അവിടെ ഫൗണ്ടേഷനിൽ സൂക്ഷിച്ച റെസീറ്റുകൾ, അതിന്റെ രേഖകൾ, ഇത് രണ്ടും തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ടെന്ന കണ്ടെത്തലാണ് വിജിലൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അത് FCRA നിയമത്തിന്റെ ലംഘനമാണെന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ടാണ് CBI അന്വേഷണത്തിന്റെ ശുപാർശ നൽകുന്നത്. ഏതായാലും മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അമീർ അഹമ്മദ് എന്ന CEO-യിലേക്ക് അന്വേഷണം എത്തുമ്പോൾ സ്വാഭാവികമായും അത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനിലേക്കുള്ള അന്വേഷണം തന്നെയാണ്. വി.ഡി. സതീശനെതിരെ CBI അന്വേഷണത്തിന് സർക്കാർ അനുമതി നൽകിയില്ലെങ്കിലും മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെയുള്ള അല്ലെങ്കിൽ അതിന്റെ CEO-ക്കെതിരെയുള്ള അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയാൽ, അതിനുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വി.ഡി. സതീശനിലേക്ക് CBIക്ക് എത്താനുള്ള ഒരു വഴി കൂടിയായി മാറും. അവിടെ പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് പ്രതിരോധിക്കാൻ കഴിയില്ല. മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെയുള്ള അന്വേഷണം എങ്ങനെയാണ് കോൺഗ്രസ് എതിർക്കുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മണപ്പാട്ട് ഫൗണ്ടേഷന് വേണ്ടി ഒരു പ്രതിരോധം തീർക്കാൻ ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല. മാത്രവുമല്ല, ഒരുപക്ഷെ ഇതിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെയുള്ള CBI അന്വേഷണ ശുപാർശ നിരാകരിച്ചാലും മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെയുള്ള ഈ അന്വേഷണ ശുപാർശ
നിരാകരിക്കാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ അക്കൗണ്ടിലേക്ക്, ആ ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന ആ പണം അവിടെ സൂക്ഷിച്ച കണക്കുകൾ അത് തമ്മിലുള്ള പൊരുത്തക്കേടുകളുണ്ട്. അത് FCRA നിയമം 19 ലംഘനമാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെ എന്തായാലും CBI അന്വേഷണത്തിലുള്ള ശുപാർശ സർക്കാർ അംഗീകരിക്കേണ്ടി വരും, മുഖ്യമന്ത്രി അംഗീകരിക്കേണ്ടി വരും. അത് പിന്നീട് VD സതീശൻ ഒരു കുരുക്കായി മാറുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. മാത്രവുമല്ല, മറ്റ് കേന്ദ്ര ഏജൻസികൾക്ക് ഇതുവഴി പുനർജനി പദ്ധതിയുടെ അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള ഒരവസരമായി അത് മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനടക്കം ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കാൻ അതൊരു വഴിയായി തെളിയുകയും ചെയ്യും. അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ റോഷിപാൽ പുറത്തുവിടുന്നത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പുനർജനി കേസിൽ വീണ്ടും VD സതീശനെ കുരുക്കായി മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെയും CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് വിജിലൻസ്.